നമസ്കാരം. ജ്യോതിഷഭാരതിയിലേക്ക് സ്വാഗതം. നക്ഷത്ര വൃക്ഷങ്ങൾ എന്ന വിഭാഗത്തിൽ നമുക്ക് ഉത്രട്ടാതി നക്ഷത്രത്തിൻ്റെ വൃക്ഷത്തെ ഒന്ന് പരിചയപ്പെടാം. വിവാഹം, ഗൃഹപ്രവേശനം തുടങ്ങിയ ശുഭകർമ്മങ്ങൾക്ക് പരിഗണിക്കുന്ന ഒരു ഊൺ നക്ഷത്രമാണ് ഉത്രട്ടാതി. ശനി ആധിപത്യം വഹിക്കുന്ന നക്ഷത്രം കൂടിയാണ് ഉത്രട്ടാതി. കരിമ്പനയാണ് ഉത്രട്ടാതിയുടെ വൃക്ഷം. കരിമ്പന വളരെ ഉയരത്തിൽ വളരുന്നൊരു വൃക്ഷമാണ്. ഒറ്റത്തടിയും കുട പോലെ തലപ്പുമുള്ള വൃക്ഷമാണ് കരിമ്പന. ചൂടുള്ള സ്ഥലങ്ങളിൽ നന്നായി വളരുന്നൊരു വൃക്ഷം കൂടിയാണ് കരിമ്പന. ഇലയ്ക്ക് വിശറിയുടെ ഒരു ആകൃതിയായിരിക്കും ഉണ്ടാവുക. ഇലപ്പരപ്പിന് 75 സെൻറ്റിമീറ്റർ മുതൽ 100-115 സെൻറ്റിമീറ്റർ വരെ വീതി ഉണ്ടാകും. വക്കുകൾ ദന്തുരമാണ്. ഡിസംബർ ഏപ്രിൽ മാസത്തിൽ പൂക്കാലമാണ്. ആൺപൂവും പെൺപൂവും വെവ്വേറെ മരങ്ങളിലാണ് ഉണ്ടാകുന്നത്. പൂക്കുല സ്പാഡിക്സ് ആണ്. വിടരും മുമ്പ് ചെത്തിയാണ് പനങ്ങൾ എടുക്കുന്നത്. കായ്ക്ക് കറുപ്പ് കലർന്ന ചുവപ്പ് നിറമാണ്. 20 സെൻറ്റിമീറ്റർ വ്യാസമുണ്ടാകും. വിളഞ്ഞ കായ 10-12 ആഴ്ച കൊണ്ട് മുളയ്ക്കുകയും ചെയ്യും. ഈ കരിമ്പനയിൽ നിന്ന് കള്ള്, തടി, പണ്ടൊക്കെ പുരമേയാനുള്ള ഓല എന്നിവ ലഭിക്കുമായിരുന്നു. ഗ്രന്ഥരചനയ്ക്കുള്ള താളിയോല കുടപ്പനയുടെയും കരിമ്പനയുടെയും തളിർത്ത ഇലകളായിരുന്നു. വെയിലിലും പിന്നീട് പുകയിലും ഉണക്കിക്കഴിഞ്ഞാൽ ഈ ഓല വളരെ കാലം കേടുകൂടാതെ ഇരിക്കും എന്ന ഒരു അറിവാണ് ഇത്തരം ഗ്രന്ഥങ്ങളൊക്കെ രചിക്കാൻ ഈ ഓലയെ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ചെത്തിയെടുക്കുന്ന ഇളം നീരാണ് നീര എന്ന് അറിയപ്പെടുന്നത്. ഇത് പുളിച്ചു കഴിഞ്ഞാൽ പനങ്കള്ളാവുകയും ചെയ്യും. ചുണ്ണാമ്പ് ചേർത്താൽ അക്കാനി ഉണ്ടാക്കാം. പനങ്കളിൽ നിന്ന് ചക്കര, പനങ്കൽക്കണ്ടം എന്നിവയും ഉണ്ടാക്കുന്നുണ്ട്. ഹരി ഓം തത്സത്. ജ്യോതിഷഭാരതി.